Hi friends, welcome back to another video of Innovation Factory. Hope all are good. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബി ലവ് ഉപയോഗിച്ച് എക്സ്ചേഞ്ച് സോണിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബി ലവിന്റെ ആദ്യത്തെ യൂട്ടിലിറ്റി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 20% നമ്മുടെ ഈ പാക്കേജിന്റെ 20%. ദാറ്റ് മീൻസ് കമ്പനി ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ 2 പാക്കേജുകളാണ് എക്സ്ചേഞ്ച് ഓൺ ലൈവ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ബിലോ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. അത് ബിലോ ഹോൾഡേഴ്സ് മാത്രമല്ല എന്ന് വെച്ചാൽ പുതിയ ആളുകൾക്കും ബിലോ ഉപയോഗിച്ചിട്ട് ഇതിൽ ഈ ഒരു 121 പാക്കേജ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ 101 പാക്കേജ് അല്ല, അങ്ങനെ 2 പാക്കേജാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ മുകളിലുള്ളതാണ് ഇപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെന്ത് ചെയ്യുക? നമ്മളിവിടെ കോയിൻ കൊണ്ടുവരിക. കോയിൻ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി കോയിൻ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, 101 USDT നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഞാൻ ബിലവ്, എൻ്റെ കയ്യിൽ കുറച്ച് ബിലവ് ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് 667 ബിലവാണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, എന്ന് വെച്ചാൽ 667 ബിലവ്. അതിന് കമ്പനി കാണുന്നത് $20 അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ $667 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ബിലവ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ അപ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ബിലവ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ബിലവ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പാക്കേജ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ ഇനിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, $20 ഇൻസ്റ്റെഡ് ഓഫ് $20 നമ്മൾ $667 കൊടുത്തിട്ട് $10 ഈ 667 ബിലവ് കൊടുത്തിട്ട് വെറും $10 നമ്മുടെ ടീമിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ഈ 101 പാക്കേജ് എടുക്കുന്ന സമയത്ത് 1.8 അല്ലെ, എന്ന് വെച്ചാൽ 180 നമുക്ക് കിട്ടുക. 180 കിട്ടുക. പക്ഷെ ഇവിടെ നമുക്ക് ഈ 121 പാക്കേജ് നമുക്ക് കിട്ടുന്നത് $111 $111 നമുക്ക് ഐ ഡി എടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ $20 ബിലവ് $10 നമ്മുടെ അപ്ലൈനർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് $90 നമുക്ക് ഓവറോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, ബിലവിന് ഇപ്പൊ തന്നെ വലിയൊരു ഡിമാൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ ഓരോ ദിവസം ഇപ്പൊ നമുക്ക് ഏകദേശം 1,50,000 സബ്സ്ക്രിപ്ഷൻസ് കമ്പനിയിൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ ദിവസം മിനിമം ഒരു 5,000 പേര് തന്നെ, ഒരു 5,000 പേര് തന്നെ. ഇപ്പൊ ഞാൻ ബിലവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകണം അല്ലെ. അപ്പോൾ 5,000 പേര് ഒരു $20 കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് $1,00,000 ഒരു യൂട്ടിലിറ്റി ഇവിടെ വരികയാണ്. റൈറ്റ് ഓർ നോട്ട്? എന്ന് വെച്ചാൽ അത്രയധികം കോയിൻസ് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് എക്സ്ചേഞ്ച് ഓണിലേക്ക് പോയി അത് പിന്നീട് ബേൺ ചെയ്ത് കളയുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പൊ നല്ലൊരു ഫീച്ചറാണ് ബിലവിലുള്ളത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ കുറെ ബിലവ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്ന് അവർക്ക് ക്യാഷ് ഔട്ട് ആക്കാനുള്ള ഒരു അവസരം കൂടി കമ്പനി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടേക്ക് നമുക്ക് കോയിൻ കൊണ്ടുവരുന്ന രീതിയും കൂടി നമ്മൾ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വാലറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് ഫണ്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഫണ്ടിങ്ങിലേക്കാണ് നമ്മൾ കോയിൻസ് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഫണ്ടിങ്ങിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ്, ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് കോയിൻ. ഇവിടെ 2 കോയിൻസ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കുക, USDT ആൻഡ് ബിലോ. അപ്പോൾ USDT നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ BSC മെയിൻനെറ്റ് അല്ലെ, USDT BSC മെയിൻനെറ്റ്. ഈ ഒരു QR കോഡ് അതിന്റെ ഇടയിലുള്ള ഈ അഡ്രസ് കോപ്പി എടുത്ത് നിങ്ങളുടെ മെറ്റാമാസ്കിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ ബിനാൻസിലോ കോയിൻസ് എവിടെയാണോ കോയിൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ BP20 അഡ്രസ്, BP20 മാത്രമാണ് ഇവിടേക്ക് അയക്കേണ്ടത്. അല്ലെങ്കിൽ ട്രോൺ ബ്ലോക്ക് ചെയിനുള്ളതോ അല്ലെങ്കിൽ വേറെ എത്തേറിയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിൽ അയക്കാതിരിക്കുക. BP20 മാത്രമാണ് അയക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കോയിൻസ് നിങ്ങൾ അയച്ചതിന് ശേഷം എന്ത് വേണം, ഇവിടെ അടിയിൽ സിങ്കർണൈസ് എന്ന് കാണിക്കും അല്ലെ, കണ്ടില്ലേ? ഈ സിങ്ക് ചെയ്യണം. ഈ അടിയിൽ സിങ്കർണൈസിൽ 2-3 തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടെ കോയിൻസ് കാണിക്കുക. അത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ ഡോണ്ട് ബി പാനിക്. ഓക്കെ, 10-15 മിനിറ്റ്സ് എടുക്കും. പിന്നെ അത് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ
കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡേറ്റിൽ എനിക്ക് കാണാൻ സാധിക്കും, ഇന്ന് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി $101 ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഡ് ഓഫ് USDT നമ്മളിവിടെ B11 സെലക്ട് ചെയ്തു, റൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ B11 നെറ്റ്വർക്ക് എന്നാണ് BFIC മെയിൻ നെറ്റ്, അത് സെലക്ട് ചെയ്തു, റൈറ്റ്. ഇനി അഡ്രസ്സ് സെയിം ആണ്, ഞാൻ പറയാണ് എന്നാണ്, രണ്ടിലും അഡ്രസ്സ് സെയിം ആണ്. എനിവേ ഞാൻ കാണിക്കാനായിട്ടാണ് ഇത് പറയുന്നത്. ഈ അഡ്രസ്സ് കോപ്പി എടുക്കുക, നിങ്ങൾക്ക് ബിലവ് നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബിലവ് കോയിൻ ബിലവ് 2.0 ഏതാണ് കോയിൻ സ്റ്റോറിൽ ട്രേഡ് ചെയ്യുന്ന ബിലവ് 2.0 ഇതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോയിൻസ് അവിടെ കാണില്ല, കോയിൻസ് മിസ്സാവും. നമുക്ക് ഈ പ്രൊജക്റ്റിൽ അടിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏതാണ്, നമ്മൾ ഇപ്പൊ സ്റ്റേക്ക് ചെയ്ത് അതിന്റെ റിവാർഡായി കിട്ടുന്ന ബിലവ്, അതിന്റെ കോൺട്രാക്ട് അഡ്രസ് ഒക്കെ വേറെയാണ്. അപ്പൊ ആ കോയിൻസ് ആണ് നമുക്ക് എക്സ്ചേഞ്ച് ഓണിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഓക്കെ. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും കോയിൻ മേടിക്കുന്ന സമയത്തും അത് മേക്ക് ഷുവർ ദാറ്റ് ബിലോ 2.0 അല്ല, ബിലോ പുതിയ ബിലവ് ഇപ്പോ മൈൻ ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ബിലവ് ആയിരിക്കണം നിങ്ങൾ ഇതിലേക്ക് കൊടുക്കേണ്ടത്, ഓക്കെ. അപ്പൊ അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ സിങ്ക് ചെയ്യുക. സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിവിടെ ബിലോ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് 7-ാം തീയതി. ഈ രീതിയിൽ നിങ്ങൾക്ക് കോയിൻസ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം, ഓക്കെ. കോയിൻ വന്നു കഴിഞ്ഞാൽ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസ് ഇവിടെ കാണിക്കും. അതിനുശേഷം സിമ്പിൾ ആയിട്ട് നമ്മൾ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു പേജ് നേരത്തെ കാണിച്ചതാണ്, സബ്സ്ക്രൈബ്, അതിൽ ക്ലിക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ കോയിൻസ് കാണിക്കും, അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു, കൺഫേമിൽ ക്ലിക്ക് ചെയ്തു. വളരെ സിമ്പിൾ. ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത്. കണ്ടില്ലേ, എനിക്ക് ഓൾറെഡി മെയിൽ വന്നു, ഓക്കെ. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. താങ്ക് യു ഫോർ പർച്ചേസിങ് എ സബ്സ്ക്രിപ്ഷൻ ഓൺ എക്സ്ചേഞ്ച് ഓൺ. എല്ലാ ഡീറ്റെയിൽസും 121 പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഓക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആയി, ഓക്കെ. സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യൂ എന്നുള്ളതിലാണ് കാണിക്കുക, ഓക്കെ. ഇവിടെ ക്യൂല് കാണിക്കുന്നുണ്ട് 1 സബ്സ്ക്രിപ്ഷൻ ഉള്ളതായിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം സബ്സ്ക്രിപ്ഷൻസ് ബിലവ് കോയിൻ കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുണം, ബിലവിന്റെ ഡിമാൻഡ് കൂടും. ഇനി പുതിയ ആളുകൾ വരുമ്പോഴും ബിലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഇവിടെ പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ബിലവ് ഈ ഒരു എക്സ്ചേഞ്ച് ഓണിൽ എത്രയാണോ ബിലവ് കൊടുക്കുന്നത് അതൊക്കെ ബേൺ ചെയ്ത് കളയുന്നതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. സോ വലിയൊരു ഫീച്ചർ നമ്മുടെ ബിലവിനുണ്ട്, ബിലവ് കമ്മ്യൂണിറ്റിക്കുണ്ട്, എക്സ്ചേഞ്ച് ഓണിലുണ്ട്. ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ ഇതിൽ മാക്സിമം എന്താ പറയുക, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ പറയുന്നത്, മാക്സിമം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇറക്കുന്നത് എൻ്റെ ഒരു നോളജാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും എന്തായാലും ട്രേഡിംഗ് ആയാലും വളരെ റിസ്ക് ഉള്ള സംഭവമാണ്. ഹൈ പ്രോഫിറ്റ് ഹൈ റിസ്ക് ആണുള്ളത്, ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള പ്രോജക്റ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഓക്കെ. താങ്ക് യു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.